ഇസ്രായേൽ ഒരു ചക്രവ്യൂഹത്തിലാണ്. ഹമാസും ഹിസ്ബുള്ളയും ഇറാനും രാജ്യത്തെ ആക്രമിക്കുന്നു. ഇറാന്റെ മണ്ണിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതും ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം കൊലപാതകമാണെന്ന സൂചനകളുമെല്ലാം ഇസ്രായേലിനെതിരായ ആക്രമണം ശക്തമാക്കി. മാത്രമല്ല, ഗസയിൽ അതിക്രൂരമായ ആക്രമണമാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ ഹനിയയുടെ കൊലപാതകത്തോടെ ഏതാണ്ട് അവസാനിച്ചിരുന്നു. വീണ്ടും തുടങ്ങാനായി മധ്യസ്ഥത നിൽക്കുന്ന രാജ്യങ്ങൾ ശ്രമം നടത്തുന്നതിനിടെയാണ് കൂട്ടക്കുരുതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇത് ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഹമാസ് നേരിട്ട് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ഗസയിൽ 10 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ഹമാസ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന് നേർക്കാണ് ഗസയിൽ നിന്ന് ഹമാസ് 2 റോക്കറ്റുകൾ തൊടുത്തുവിട്ടത്. റോക്കറ്റുകളിൽ ഒന്ന് കടലിൽ പതിച്ചെന്നും മറ്റൊന്ന് ഇസ്രായേൽ മേഖലയിൽ എത്തിയില്ലെന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് ഇസ്രായേലിനെ ഹമാസ് നേരിട്ട് ആക്രമിക്കുന്നത്. 2 M90 ദീർഘദൂര മിസൈലുകളാണ് ഗസയിൽ 19 പലസ്തീനികൾ കൊല്ലപ്പെട്ട ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിന് പ്രതികരണമായി ഹമാസ് തൊടുത്തുവിട്ടത്. ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹമാസ് രംഗത്ത് വന്നിരുന്നു. ഗസയിലെ സാധാരണക്കാരുടെ കൂട്ടക്കുരുതിക്കും ജനങ്ങളെ ബോധപൂർവം അഭയസ്ഥാനങ്ങളിൽ നിന്നും ഓടിക്കുന്നതിനും പകരമായി ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലേക്കും അതിർത്തി പ്രദേശത്തേക്കും 2 M90 മിസൈലുകൾ തൊടുത്തുവിട്ടു. ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 19 പലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഈ മാസം മെയ്യിലാണ് ഒടുവിൽ ഹമാസ് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഹമാസ് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഗസയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ ഒരു യുവതിയുടെ 4 ദിവസം പ്രായമായ ഇരട്ടക്കുട്ടികളും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ദയർ അൽ ബറാഖിലാണ് ഈ ആക്രമണം നടത്തിയത്. അൽ ബുജറെ ക്യാമ്പിന് സമീപമുള്ള വീടിന് നേർക്ക് നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 7 പേരാണ് മരിച്ചത്. ഗസയിൽ നിരവധി മേഖലകളിൽ ഇസ്രായേൽ സേനയും ഇസ്ലാമിക് ജിഹാദും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.